കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നേതാക്കളുടെ പ്രസ്താവനയിൽ വൈരുദ്ധ്യം തുടരുകയാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന 95 സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. CEC യോഗവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കി പ്രചാരണത്തിലേക്ക് കടക്കുകയാണെന്ന് വി ഡി സതീശൻ പറയുന്നു. പക്ഷേ 4-5 സീറ്റുകളിൽ തീരുമാനമായില്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ സീറ്റുകളിൽ AICC തീരുമാനമെടുക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ചർച്ചകൾ സംബന്ധിച്ച് വിശദമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റിയും സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയും വിശദമായ ചർച്ചകൾ നടത്തി. ചുരുങ്ങിയ സീറ്റുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും തീരുമാനമെടുത്തിട്ടുണ്ട്. അവശേഷിക്കുന്ന 4-5 സീറ്റുകളിൽ ചർച്ചകൾ പൂർത്തീകരിച്ചു. തീരുമാനമെടുക്കാൻ കേന്ദ്ര നേതൃത്വത്തെ ചുമതലപ്പെടുത്തി. ആ തീരുമാനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കരുത്തു പകരുന്ന തീരുമാനമാണ്. നല്ല സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ സാധിച്ചു. തീരുമാനങ്ങൾ AICCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണം പ്രഖ്യാപനം നാളെയുണ്ട്. ഞങ്ങൾ പേരുകൾ ഇപ്പോൾ പറയുന്നില്ല, അത് AICCയുടെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കപ്പെട്ടു. Our central election committee is over. We have decided on all the candidates. We have 95 candidates for Congress in Kerala Assembly. The central election committee decided. We have declared 55 seats the last day. Yesterday, day before yesterday, and now the another seats, all the 40 seats, we have decided, completed our process. Central Election Committee, the selection of the candidates is over. Now we are going for campaign. Yes, അപ്പോൾ വി ഡി സതീശൻ പറയുന്നത് എല്ലാം ഓവറാണ്. ഒരു പ്രശ്നവുമില്ല, എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. അപ്പുറത്ത് 4-5 സീറ്റുകൾ പ്രഖ്യാപിക്കാറുണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ വളരെ കൺഫ്യൂഷനാണ്. ആരെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. പക്ഷേ ഈ പുറത്തു വന്ന് പറയുന്ന കാര്യത്തിലെങ്കിലും ഒരു ഏകദേശ ഒരുമ വേണ്ടേ? അപ്പോൾ അതുപോലും ഇല്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക?